കുട്ടിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ശിശുക്ഷേമ സമിതി അംഗത്തിനെതിരെ കേസെടുത്തു. പത്തനംതിട്ട CWC അംഗം എസ് കാർത്തികയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 6 വയസ്സുള്ള കുട്ടിക്ക് നേരെ മാരകായുധം പ്രയോഗിച്ചതായാണ് പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ ദാസ് ആണ് കേസിൽ ഒന്നാം പ്രതി. മണ്ണുകടത്തൽ സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത് കുട്ടിയുടെ മാതാപിതാക്കളാണെന്ന് ആരോപിച്ചാണ് കുട്ടിക്ക് നേരെ മാരകായുധം പ്രയോഗിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്താണ് സംഭവം? നികേഷ്, പത്തനംതിട്ട CWC അംഗം എസ് കാർത്തികയ്ക്കെതിരെയാണ് മലയാളപ്പുഴ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 6 വയസ്സുള്ള കുട്ടിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടക്കുന്നു. വീട് നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണ് കടത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ CWC അംഗമായിട്ടുള്ള ആളുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് കടത്തിയത് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരാതി ഈ പരാതിയിൽ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചു എന്നതിനെ തുടർന്നാണ് കുട്ടിക്ക് നേരെയും ഒപ്പം കുട്ടിയുടെ അമ്മയ്ക്ക് നേരെയും ഈ പ്രതികൾ വധശ്രമം നടത്തിയത് എന്നാണ് മലയാളപ്പുഴ പോലീസിൽ കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് കാർത്തികയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഈ CWC അംഗം പറയുന്നത് തങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട് കയറി 50-ലധികം വരുന്ന ആളുകൾ തങ്ങളുടെ വീട് കയറി ആക്രമിച്ചിരുന്നു. അതിന്റെ വിശദമായിട്ടുള്ള പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പരാതി തീർത്തും വ്യാജമാണെന്നും ഈ CWC അംഗം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസ് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഈ മണ്ണ് കടത്തൽ സംബന്ധിച്ച് ഈ CWC അംഗത്തിന്റെ ഭർത്താവിനെതിരെയുള്ള ഒരു പരാതി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് നൽകി എന്നും അതിന്റെ വൈരാഗ്യത്തിൽ ഈ CWC അംഗവും ഒപ്പം അവരുടെ ഭർത്താവും ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ എന്നിങ്ങനെ 4 പേർ ചേർന്ന് കുട്ടിയെയും അമ്മയെയും മാരകായുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പറയുന്നത്. അതേസമയം തന്നെ വീട് കയറി ആക്രമിച്ചെന്ന പരാതിയിൽ 20ഓളം പേർക്കെതിരെ മലയാളപ്പുഴ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഏതായാലും വിശദാംശങ്ങൾ നൽകിയത്